നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണല്ലോ ആരാധകർ. അടുത്ത മാസം പകുതിയോടുകൂടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുക. ഈ തവണ പ്രീമിയർ ലീഗിൽ ചില നിയമങ്ങളിൽ മാറ്റങ്ങളുണ്ട്. നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. അതിൽ ചേഞ്ചസ് ടു ദി ലോസ് ഓഫ് ദി ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് പ്രീമിയർ ലീഗ് തന്നെ ഒഫീഷ്യലി ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിശോധിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇൻജൂർഡ് പ്ലേയേഴ്സ് മസ്റ്റ് സ്റ്റേ ഓഫ് ദി പിച്ച് ഫോർ 60 seconds ബിഫോർ റിട്ടേണിങ്. പരിക്ക് പറ്റി ഒരു താരത്തിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ് 60 സെക്കൻഡെങ്കിലും കളിക്കളത്തിന് പുറത്ത് നിൽക്കണം. പിന്നെ അതിനുശേഷം മാത്രമേ തിരികെ എത്താൻ പറ്റുകയുള്ളൂ. നേരത്തെ ഇതുണ്ടായിരുന്നത് 30 സെക്കൻഡാണ്. ആൻ ഇൻക്രീസ് ഫ്രം ദി 30 seconds പ്രീവിയസ്ലി യൂസ്ഡ് ബൈ ദി പ്രീമിയർ ലീഗ് എന്ന് ഒഫീഷ്യലി പ്രീമിയർ ലീഗ് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി അറിയിക്കുന്നു. അടുത്തത്, ഇഫ് എ ഗോൾ കീപ്പർ സ്റ്റോപ്സ് പ്ലേ ഫോർ ട്രീറ്റ്മെൻറ്റ്, ഒരു ഔട്ട്ഫീൽഡ് ടീംമേറ്റ് കളിക്കളം ടെമ്പററിലി വിടേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ 1 മിനിറ്റിന് ശേഷം മാത്രമേ തിരികെ വരാൻ പറ്റൂ. അതായത് ഇപ്പോൾ ഒരു കളിക്കാരന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അയാൾ 1 മിനിറ്റ് പുറത്ത് നിന്നിട്ടാണല്ലോ തിരികെ വരുന്നത്. ഗോൾ കീപ്പറാണെങ്കിൽ അങ്ങനെ പുറത്ത് നിർത്താൻ പറ്റൂല, ഗോൾ മുഖം ഒഴിഞ്ഞു കിടക്കും. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് കളി തുടരാം, പക്ഷേ പകരം മറ്റൊരു പ്ലെയർ പുറത്ത് നിൽക്കേണ്ടി വരും 1 മിനിറ്റ്. അതെങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണമുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം എന്ന് പറഞ്ഞാൽ, ഒരു 10 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഒരു ഔട്ട്ഫീൽഡ് പ്ലെയർ ആരാണ് പുറത്ത് നിൽക്കുന്നതെന്ന് ആ ടീമിലെ താരങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി അങ്ങനെ തീരുമാനിക്കപ്പെട്ടില്ലെങ്കിൽ ക്യാപ്റ്റൻ 1 മിനിറ്റ് പുറത്ത് നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ESPN ഈ കാര്യത്തിലൊരു വിശദീകരണം എന്ന രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവരത്തിലുള്ളത്. അതേസമയം ഈ പ്രോട്ടോക്കോളിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എല്ലായ്പ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, പുറത്ത് നിർത്തണം എന്നില്ല. അതായത് ദി ഔട്ട്ഫീൽഡ് പ്ലെയർ വിൽ നോട്ട് നീഡ് ടു ലീവ് വെൻ ദർ ഈസ് എ കൊളീഷൻ ബിറ്റ്വീൻ ഗോൾ കീപ്പർ ആൻഡ് അനദർ അത്ലറ്റ്. ഗോൾ കീപ്പറും മറ്റൊരു താരവുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് ഗോൾ കീപ്പർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നതെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഫൗള് സംഭവിച്ചിട്ട് ഇഞ്ചുറി പറ്റി അതിനാണ് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുള്ളതെങ്കിൽ, അതുപോലെ തന്നെ കൺകഷൻ വരികയാണെങ്കിൽ, പിന്നെ ബ്ലീഡിങ്, ഗോൾ കീപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആവശ്യപ്പെടുന്ന സമയത്ത്, ഇങ്ങനെയുള്ള എനി സീരിയസ് ഒക്കറൻസസ് ഇത്തരത്തിൽ പുറത്ത് നിൽക്കേണ്ടതില്ല. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ടൈം വേസ്റ്റിങ്ങിന് വേണ്ടി വെറുതെ പരിക്ക് അഭിനയിച്ച് ഗോൾ കീപ്പർക്ക് വീഴാൻ പറ്റൂല എന്നർത്ഥം. അങ്ങനെ വീണാൽ മറ്റൊരാളെ പുറത്ത് നിർത്തും 1 മിനിറ്റ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റം, ത്രോയിൻസ്, ഗോൾ കിക്സ്, ഇതെല്ലാം 5 സെക്കൻഡ് കൗണ്ട് ഡൗൺ ഉണ്ട്. 5 സെക്കൻഡിനുള്ളിൽ ത്രോയിൻസ് എടുത്തോളണം. അതുപോലെ തന്നെ ഈ പറയുന്ന രൂപത്തിൽ ഗോൾ കിക്ക് 5 സെക്കൻഡിനുള്ളിൽ അടിച്ചോളണം. കൗണ്ട് ഡൗൺ ഉണ്ടായിരിക്കും. അപ്പോൾ അത് തെറ്റിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ത്രോയിനാണെങ്കിൽ അപ്പുറത്തെ ടീമിന് ത്രോയിന് കൊടുക്കും. അതുപോലെ തന്നെ ഗോൾ കിക്ക് എതിർ ടീമിന് കോർണർ കിക്കായിട്ട് മാറുകയും ചെയ്യും. ആ കാര്യം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പ്രീമിയർ ലീഗ് തന്നെ ഒഫീഷ്യലി അറിയിക്കുന്നുണ്ട്. എ 5 second കൗണ്ട് ഡൗൺ ആൻഡ് റീസ്റ്റാർട്ട് റിവേഴ്സൽ ഫോർ ക്ലിയർലി ഡിലേയിങ് ത്രോയിൻസ് ആൻഡ് ഗോൾ കിക്സ്. ഇഫ് ദി ടൈം ലിമിറ്റ് ഈസ് എക്സീഡഡ്, ത്രോയിൻ ഈസ് awarded to the opposing team. For a goal kick, the opposing team are awarded a corner എന്ന് പ്രീമിയർ ലീഗ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടൈം വേസ്റ്റിംഗ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എതിർ ടീമിന് പൊസിഷൻ കൊടുക്കുന്നു എന്നുള്ളതിൽ നിന്ന് വ്യക്തമാണ്. ഇനി വാറിന് ഇൻ്റർവെൻ ചെയ്യാൻ പറ്റുമോ? യെല്ലോ കാർഡുകൾ വരുമ്പോൾ സെക്കൻഡ് യെല്ലോ കാർഡ് ഇൻകറക്റ്റ്ലി കൊടുക്കുകയാണെങ്കിൽ വാറിന് ഇടപെടാം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പൊട്ടൻഷ്യൽ യെല്ലോ കാർഡിൻ്റെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുക്കാൻ ഒരു പൊട്ടൻഷ്യൽ യെല്ലോ കാർഡ് സാധ്യതയുണ്ട്, റഫറി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വാർ ഇൻ്റർവെൻ ചെയ്ത് രണ്ടാമത്തെ യെല്ലോ കാർഡ് കൊടുപ്പിക്കണം എന്നല്ല. ഓൾറെഡി തെറ്റായ രൂപത്തിലൊരു യെല്ലോ കാർഡ് വന്നാൽ അത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി വാറിന് അതിൽ ഇടപെടാം. എ വാർ റിവ്യൂ ഫോർ വെൻ സെക്കൻഡ് യെല്ലോ കാർഡ്സ് ആർ അവാർഡഡ് ടു പ്ലെയർ റിസൾട്ടിങ് എ റെഡ് കാർഡ്. അതായത് സെക്കൻഡ് യെല്ലോ കാർഡ് വന്ന് റെഡ് കാർഡായിട്ട് പോവുകയാണെങ്കിൽ, അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഓൺലി ഫോർ വെൻ പ്ലെയേഴ്സ് ആർ അവാർഡഡ് എ സെക്കൻഡ് യെല്ലോ കാർഡ് റാദർ ദാൻ എ പൊട്ടൻഷ്യൽ സെക്കൻഡ് യെല്ലോ കാർഡ്. അപ്പോൾ സെക്കൻഡ് യെല്ലോ കാർഡിന് സാധ്യത ഉണ്ട്, റഫറി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് റിവ്യൂ ചെയ്ത് സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുപ്പിച്ച് റെഡ് കാർഡ് ആക്കാനല്ല. യെല്ലോ കാർഡ് കൊടുത്തതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലാണ് അവിടെ ഇടപെടാൻ പോകുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് അതിലെ കാര്യം. അതുപോലെ തന്നെ അതിൽ മനസ്സിലാക്കേണ്ടത്, വാറിന് ഒരിക്കലും സെക്കൻഡ് യെല്ലോ കാർഡ് ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റില്ല. പിന്നെ ബോക്സിലുള്ള റെസ്ലിങ് അത് അനുവദിക്കില്ല എന്നുള്ളതുണ്ട്. പിന്നെ മുടി പിടിച്ച് വലിക്കുക സംഭവം ഉണ്ടാവുമല്ലോ, ചിലപ്പം
ആ മുടി പിടിച്ച് വലിക്കൽ പരിപാടിക്ക് കാർഡ് കൊടുക്കും. എ റെഡ് കാർഡ് വിൽ ബി ഇഷ്യൂഡ് വെൻ ദർ ഈസ് എ ക്ലിയർ ആൻഡ് ഡെലിബറേറ്റ് ആക്ഷൻ ടു പുൾ ആൻ ഓപ്പണൻസ് ഹെയർ വിത്ത് എക്സസീവ് ഫോഴ്സ് ആൻഡ് ഓർ ബ്രൂട്ടലി. മനഃപൂർവ്വം എക്സസീവ് ഫോഴ്സിൽ എതിർ ടീമിലെ താരത്തിൻ്റെ തലമുടി പിടിച്ച് വലിക്കുന്ന പരിപാടിയിലേക്ക് പോയാൽ റെഡ് കാർഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഇത്തവണത്തെ പ്രീമിയർ ലീഗിൻ്റെ നിയമങ്ങളിൽ വന്നിട്ടുണ്ട്. ഇതിൽ പലതും കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫിഫ പരീക്ഷിച്ച് തന്നെയാണ്. അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് എന്ന് മാത്രം. ഏതായാലും ഈ പുതിയ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും ഇത്തവണത്തെ പ്രീമിയർ ലീഗ് നടക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.